ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ജസ്റ്റ് ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുഞ്ഞിൻ്റെ ഫസ്റ്റ് എയർപോർട്ട് ട്രിപ്പാണിത്. ചേട്ടൻ്റെ സിസ്റ്റർ അമ്പിളി, പുള്ളിക്കാരി സൗദിയിലെ നേഴ്സാണ്. പുള്ളിക്കാരി ഇന്ന് ലീവിന് നാട്ടിലോട്ട് വരുവാണ്. അപ്പം ഞങ്ങൾ പുള്ളിക്കാരിയെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് എറണാകുളത്തോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട്. ഞാനും ഹസ്ബൻഡും മക്കളും അമ്പിളിയുടെ ഹസ്ബൻഡും കൂടിയാണ് പോകുന്നത്. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല മഴയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ചെറുതായിട്ട് മഴ കുറഞ്ഞു നിൽക്കുന്നത്. നമ്മൾ ഇറങ്ങിയ ടൈമിലാണെങ്കിൽ വഴിയിലൊന്നും ഒരു വെട്ടം പോലും ഇല്ലായിരുന്നു. മഴയൊക്കെ പെയ്ത് കറണ്ടൊക്കെ പോയി ആകെ ഒരു സീനായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത്. അങ്ങനെ നേരമൊക്കെ ചെറുതായിട്ട് വെളുത്തൊക്കെ തുടങ്ങി. ഇപ്പൊ കറക്റ്റ് സ്ഥലം ഏതാണെന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. എന്നാലും മഴ പിന്നെയും ചാറിക്കൊണ്ട് തന്നെ നിൽപ്പുണ്ട്. റോഡിലൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് റോഡിൽ അങ്ങനെയുള്ള വലിയ കാര്യമായ തിരക്കില്ലായിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് 7:15-നാണ് അവൾ ലാൻഡ് എത്തുന്നതെന്നാണ് പറഞ്ഞത്. നമ്മൾ ആ ടൈം ആകുമ്പം അവിടെ എത്തും. സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പ് പോകുന്നത് തന്നെ കുഞ്ഞിനെ ഒന്ന് എയ്റോപ്ലെയിൻ കാണിക്കാൻ വേണ്ടിയും. അവൻ അങ്ങനെ ലോങ് ആയിട്ടുള്ള ഒരു ട്രിപ്പും പോയിട്ടില്ല. അവനുണ്ടായ സമയം മൊത്തം കൊറോണയുടെ ആ ഒരു സമയത്താണ്. ആ സമയം ഒന്നും കുട്ടിയെ കൊണ്ട് എങ്ങും പോകാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ അവനെ കൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ അവനെ ഒന്ന് എയ്റോപ്ലെയിൻ കാണിക്കണം, ജസ്റ്റ് എയർപോർട്ടൊക്കെ ഒന്ന് അവനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. പക്ഷെ മഴയായതുകൊണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അത് തന്നെയല്ല, ഞങ്ങൾ കറക്റ്റ് അവൾ ലാൻഡ് ചെയ്യുന്ന ആ ടൈമിന് അവിടെ എത്തുകയും ചെയ്യും. അതുകൊണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. മക്കൾ രണ്ടുപേരും നല്ല ഉറക്കമാണ്. മഴ അങ്ങനെ തന്നെ നിൽക്കുന്നു, ഒരു മാറ്റവും ഇല്ല. ചാറി ചാറി തന്നെ നിൽക്കുന്നു. വലിയ കാര്യമായിട്ട് പെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ കേരളത്തിലെ റോഡിൻ്റെ അവസ്ഥ അറിയാമല്ലോ. എല്ലാ കുണ്ടും കുഴിയിലും ചാടിയാണ് നമ്മൾ എറണാകുളം വരെ ഇനി എത്താൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഇരുമ്പനം എന്ന് പറഞ്ഞ സ്ഥലം വരെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്. ഇപ്പം നമ്മൾ പാസ് ചെയ്യുന്നത് കൊച്ചി മെട്രോയുടെ അടുത്തൂടെയാണ്. മഴ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് തീരെ മഴ ഇല്ല. നമ്മുടെ അങ്ങോട്ടായിരുന്നു നല്ല മഴ. അങ്ങനെ ഫൈനലി നമ്മൾ എയർപോർട്ട് റോഡ് എത്താറായി. ഇനി വളരെ കുറച്ച് ദൂരം കൂടെ മാത്രമേ ഉള്ളൂ എയർപോർട്ടിലോട്ട്. ഇവിടെ കാര്യമായിട്ട് മഴയൊന്നും പെയ്യുന്നൊന്നുമില്ല. ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു നമ്മളിവിടെ എത്തിയ സമയത്ത്. ഞങ്ങളിവിടെ എത്തിയ സമയത്ത് ഞങ്ങളെ അമ്പിളി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ചെക്കിങ് കഴിഞ്ഞ് പുറത്തിറങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞങ്ങൾ കരുതി ഞങ്ങളാണെങ്കിൽ ഒന്ന് കോഫിയൊക്കെ കുടിക്കാമെന്ന് കരുതി നമ്മൾ എയർപോർട്ട് റോഡിൻ്റെ കുറച്ച് മുൻപുള്ള ഒരു കഫേയിൽ കയറി ഫ്രഷൊക്കെ ആയി ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ കോഫി കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്തു. നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും പൊങ്ങിപ്പോകുന്നതും ഒക്കെ നന്നായിട്ട് കാണാം. കുഞ്ഞിന് ആ സമയത്ത് ഉറങ്ങുമായിരുന്നു. അവനെ വിളിച്ച് എണീപ്പിച്ച് അവന് നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നത് കാണാൻ പറ്റി. നമുക്ക് നമ്മുടെ തൊട്ട് മുകളിൽ കൂടെ പോകുന്നത് പോലെ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു ഇവിടെ നിന്ന് കാണുമ്പോഴത്തേക്ക്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇനി ഓർത്തു അകത്തോട്ട് വെറുതെ കയറണ്ട, ആ ടൈം വെറുതെ നമ്മൾ കളയേണ്ട എന്നോർത്തുകൊണ്ട് ഞങ്ങൾ പിന്നെ അമ്പിളി ഇറങ്ങുന്ന കറക്റ്റ് ടൈമിന് കയറി ജസ്റ്റ് അവളെ പിക്ക് ചെയ്ത് പുറത്തിറങ്ങാമെന്ന് കരുതി ഞങ്ങൾ അവിടെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അമ്പിളി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയമായപ്പോഴും ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് വന്നു. പൊതുവേ കാണുന്ന പോലെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. മോർണിംഗ് ടൈം ആയതുകൊണ്ടായിരിക്കാം അത്രയ്ക്ക് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു. കുഞ്ഞിന് ഏകദേശം 1.5 വയസ്സുള്ളപ്പോഴാണ് അമ്പിളി സൗദിക്ക് പോകുന്നത്. ആ ടൈമിന് അവന് വലിയതായ രീതിയിൽ അമ്പിളി അറിയത്തൊന്നും ഇല്ലായിരുന്നു. ഫോണിലൂടെ മാത്രം കണ്ടുള്ള പരിചയമാണ്. അതുകൊണ്ട് അവളെ കാണുമ്പം ഏത് രീതി റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയില്ല. ചിലപ്പം അടുത്ത് ചെല്ലത്തൊന്നും ഇല്ലായിരിക്കാം, ചിലപ്പോൾ ചെല്ലുമായിരിക്കാം. ആ കാണുന്നതാണ് അമ്പിളി. ഇനിയിപ്പം നമുക്ക് അവളുടെ സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അവൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്ക്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൻ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അവൻ എടുക്കാൻ ചെന്നിടത്തുനിന്ന് അവൻ തള്ളി അവളെ മാറ്റുകയൊക്കെയാണ് ചെയ്തത്. ഫോണിൽ കണ്ടുള്ള പരിചയം മാത്രമല്ലേ ഉള്ളൂ. അടുത്ത് വന്നപ്പോൾ ഇത് ആണെന്ന് പോലും അവൻ അറിയത്തില്ലെന്ന് തോന്നുന്നു. അവൻ അത്ര വലിയ കംഫർട്ടൊന്നും അല്ലായിരുന്നു ആ ടൈമിൽ.
അവള് ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പം അവനാകെ ഒരു ചമ്മലോ നാണോ ഒക്കെ ആയിരുന്നു. ഇത്രയും സമയം ഞങ്ങളോട് ഇങ്ങനെ ഒരാളില്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ നോട്ടം. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലോട്ടുള്ള യാത്രയായി. ഇടയ്ക്കൊന്ന് നമ്മൾ കഴിക്കാനായിട്ട് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ വേറെ ഇറങ്ങാനൊന്നുമില്ല, നേരെ സ്ട്രെയിറ്റ് നമ്മളിപ്പോൾ അമ്പിളിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അമ്പിളി താമസിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരെയാണ്. നീണ്ടൂർ എന്ന് പറയും അവരുടെ സ്ഥലത്ത്. അവർ അവിടെയാണ് താമസിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ പേര് സുധീഷ്. ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയമൊക്കെ ആയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. നിർത്താതെ നല്ല ശക്തിയായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി. അമ്മ അവളെ കാത്ത് പുറത്ത് തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഈ വീട് വെച്ചതിന് ശേഷം അവൾ ഫസ്റ്റ് ടൈമാണ് സൗദിക്ക് പോയിട്ട് വരുന്നത്. കഴിഞ്ഞ വർഷമായിരുന്നു അവരുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ഒക്കെ ആയിട്ട്. ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ അവൾ പോയായിരുന്നു. പിന്നെ നമ്മൾ ലഗേജൊക്കെ വണ്ടിയിൽ നിന്നൊക്കെ ഇറക്കി നമ്മളെല്ലാവരും ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തു. മക്കൾ രണ്ടുപേരും നന്നായിട്ട് ടയേർഡായിരുന്നു. രാവിലെ എഴുന്നേറ്റിട്ടുള്ള യാത്ര ആയതുകൊണ്ടാന്ന് തോന്നുന്നു അവർ നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു. അമ്പിളിയെ വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും അവൾ കൊണ്ടുവന്ന പെട്ടിയിലൊക്കെ കുഞ്ഞിന് നല്ല പരിചയം ഉണ്ടായിരുന്നു. അവൾ ഓൾറെഡി തന്നെ അവിടെ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ അവനെ കാണിച്ചായിരുന്നു. അവൻ അന്നേരം പിന്നെ അറിയേണ്ടത് ഇനി എപ്പോഴാണ് ഈ പെട്ടി തുറക്കുന്നതെന്നായിരുന്നു അവൻ അറിയേണ്ടത്. അതിൻ്റെ അവളുടെ അടുത്ത് വന്ന് നിന്നിട്ട് അവളോട് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. "മുട്ടായി എവിടെ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പം ഇച്ചിരി കൂടെ അവളോട് അടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാ വീട്ടിലെയും പോലെ ഗൾഫിൽ നിന്ന് വന്ന എല്ലാവർക്കും ആകാംക്ഷയോടെ അറിയാനുള്ളതുപോലെ പെട്ടി പൊട്ടിക്കൽ ചടങ്ങിലേക്ക് ഞങ്ങളും പോയി. ചേട്ടന് ഇത്തവണ അവള് ഫോണാണ് വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ ഫോണ് മോനാണ് കവർ അൺബോക്സ് ചെയ്തൊക്കെ നോക്കുന്നത്. ഒപ്പോടെ ഒരു ഫോണാണ് അവൾ ചേട്ടന് വേണ്ടി വാങ്ങിയിട്ട് വന്നത്. പെട്ടി പൊട്ടിക്കുന്ന സമയമായപ്പോൾ എന്തായാലും കുഞ്ഞനാണ് ഫസ്റ്റ് കയറി നിന്നത്. അവൻ അറിയേണ്ടത് അവൻ്റെ സാധനങ്ങളൊക്കെ എവിടെ എന്നായിരുന്നു. ഓൾറെഡി അവന് വളരെ ഇഷ്ടമാണ് JCB. അത് വീട്ടിലൊരു 2-3 എണ്ണമെങ്കിലും ഉണ്ടെങ്കിലും പുള്ളിക്ക് എവിടെ JCB കണ്ടാലും നമ്മളത് വാങ്ങിക്കൊടുക്കാൻ വഴക്കൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ "വേണ്ട മോനെ" എന്ന് പറഞ്ഞാൽ അവൻ ഓക്കെയാണ്. അങ്ങനെ വാശിയൊന്നും അവനില്ല. അപ്പോൾ അവന് JCB കൊടുത്തു കഴിഞ്ഞപ്പോൾ ചേട്ടൻ അത് ഓൾറെഡി റിമോട്ടിൻ്റെ ആയിരുന്നു. അതൊക്കെ അവനെ പഠിപ്പിച്ചൊക്കെ കൊടുക്കുവാണ്. അവൻ അത് അവൻ ഇങ്ങനത്തെ JCBയിൽ ഇതുവരെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ഓൾറെഡി അല്ലാണ്ട് റിമോട്ടൊന്നും അല്ലാതെ ഓൾറെഡി നോർമലായിട്ടുള്ള JCBയിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അവന് ഒരു ഏതൊക്കെ നോക്കണമെന്ന് സത്യത്തിൽ അറിയത്തില്ലായിരുന്നു. അവൾ ഏകദേശം ഒരു പെട്ടിയുടെ ഒരു 1/4 ഭാഗത്തോളം ഇവനുള്ള മുഴുവൻ ടോയ്സുമായിരുന്നു വാങ്ങിയിട്ട് വന്നത്. അങ്ങനെ കുഞ്ഞൻ വളരെ ഹാപ്പിയായി. കുഞ്ഞൻ്റെ ടോയ്സും അവന് ഒരുപാട് സാധനങ്ങൾ അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഒരുപാട് സാധനങ്ങൾ അവൾ കൊണ്ടുവന്നായിരുന്നു. പൊന്നായിക്കും ഉണ്ടായിരുന്നു. പിന്നെ അമ്പിളിയുടെയും സുധീഷിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ അവൾ സർപ്രൈസായിട്ട് അവനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നതാണത്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ തീരാറായി. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷമാണ് ഇവൾ ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരുന്നത്. ഇവരാകെ കൂടെ 2 മക്കളേ ഉള്ളൂ. അപ്പോൾ ഇവൾ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം, ഇവൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷവുമാണ്. ഇവൾ വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ വീട്ടിലൊരു അനക്കമുള്ളത്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിൽ പുതിയ ഓരോ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.